ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ആടുകളുടെ ചെന പിടിക്കാത്തതിനെയും മതി കാണിക്കാത്തതിനെയും പറ്റിയുള്ള കാര്യങ്ങളാണ്. എല്ലാവരും വീടുകളിൽ കാണുമല്ലേ ആടുകൾ. എല്ലാവരും അതിനെ ഓമനിച്ച് വളർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ എന്തായാലും പശുവിന് പകരം ഒരാട് എന്തായാലും കാണുമായിരിക്കും. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ സ്ഥലപരിമിതികൾ കാരണം ഒത്തിരി പേർക്കൊന്നും ആടുകളെ വളർത്താനൊന്നും സാധിക്കുന്നില്ല. എന്നാലും താരതമ്യേന പശുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തീരെ സ്ഥലം കുറവ് മതി. അതുകൊണ്ട് ധാരാളം പേര് ഇപ്പോഴും ഈ ആട് കൃഷിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ തീറ്റയുടെ വില കൂടിയതുകൊണ്ട്, പിന്നെ അഴിച്ചുകെട്ടാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ പേര് ഈ മേഖല ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, നമ്മൾ കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ആടുകൾക്ക് വില കിട്ടാൻ സാധ്യത കുറവാണ്. നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഭയങ്കര വിലയായിരിക്കും, പക്ഷേ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് വില തീരെ കുറച്ചേ കിട്ടത്തുള്ളൂ. എനിക്ക് ഒരു 7 കൊല്ലം മുമ്പ് വരെ ധാരാളം ആടുകളുണ്ടായിരുന്നു. ഒരു 8 ആടുകൾ വരെ ഉണ്ടായിരുന്നു. അത് ബീറ്റൽ ജമുനാപാരി ഇനത്തിൽപ്പെട്ടതായിരുന്നു. അത് വളരെ ഹെവി സൈസ് വെക്കുന്നതായിരുന്നു. നമ്മുടെ ഒരു നെഞ്ചളവ് വരെയൊക്കെ അതിന് പൊക്കം ഉണ്ടായിരുന്നു. ഭയങ്കര സൗണ്ട്, അങ്ങനെ ഒരുപാട് തീറ്റ എടുക്കുന്നത്, ഒരുപാട് വലിയുള്ളത്. നമ്മളെ വലിച്ചുകൊണ്ട് ആട് എങ്ങോട്ടാണ് വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ല. നമ്മളെ വലിച്ചുകൊണ്ട് ഓടും. നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നതിനനുസരിച്ച് ഈ ആടുകൾ അങ്ങോട്ട് വലിക്കുന്ന തരത്തിലുള്ള ആടുകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരു പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു 1.5 ലിറ്റർ 2 ലിറ്റർ വരെയൊക്കെ പാല് കിട്ടിയിട്ടുമുണ്ട്. പാലൊക്കെ ലോക്കലായിട്ട് നമ്മൾ ഇവിടെയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ ആടിനെ വളർത്താൻ മേലാത്തൊരവസ്ഥ ഉണ്ടായി. എനിക്ക് ഈ അലർജി, ആടിൻ്റെ ഈ മണം അടിച്ചിട്ടാണോ എന്നറിയത്തില്ല, ഭയങ്കര അലർജി ആയിരുന്നു. എല്ലാ ദിവസവും ഭയങ്കര ജലദോഷം, ഒച്ചയടപ്പ്, ജലദോഷം, നെഞ്ചിനകത്ത് കുറുകുറുപ്പ്, ഇങ്ങനെയുള്ള പലവിധ അസുഖങ്ങൾ കൊണ്ട് എനിക്ക് ഒരുപാട് കാലം വളർത്താനായിട്ട് സാധിച്ചില്ല. എന്നാലും ഒരു 4-5 കൊല്ലം ഞാൻ വളർത്തി കേട്ടോ. അതിനുശേഷം അതിനെല്ലാം കൊടുത്തൊഴിവാക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ ആടിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് ഒരു 5-8 മാസമായിട്ടും ഈ ആടുകൾ കരയുന്നില്ല. 6 മാസം പ്രായമുള്ള ആടിനെയാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. അന്നേരം തന്നെ നല്ല സൈസ് ഉണ്ടായിരുന്നു. എന്നാലും നമ്മളൊരു 1 വയസ്സെങ്കിലും ആകാതെ എങ്ങനെ ഇതിനെ ചെന പിടിപ്പിക്കുന്നതെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തു. എന്നിട്ട് 1 വയസ്സാകാറായി. 1 വയസ്സായി കഴിഞ്ഞിട്ടും ഇതിന് ചെനക്കോളൊന്നും കാണിക്കുന്നില്ല, മതിലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഇവിടെ മൃഗാശുപത്രിയിൽ പോയി അവിടെ ഡോക്ടറിനെ കാണാനായിട്ട് എന്തെങ്കിലും മരുന്ന് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മൃഗാശുപത്രി ചെന്നു. അപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അന്നേരം പകരം LI അവിടെ ഉണ്ടായിരുന്നു. അന്നേരം സാറിനോട് ഞാൻ പറഞ്ഞു, ഇന്നപോലെ എൻ്റെ ആടിന് ചെന മതിക്കോളൊന്നും കാണിക്കുന്നില്ല, അതിനെന്തെങ്കിലും ഒരു മരുന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിന് മരുന്നൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കാര്യം പറഞ്ഞുതരാം, അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, പോകുന്ന വഴിക്ക് ഒരു പഞ്ഞി മേടിക്കുക, ഒരു ഡെപ്പി എടുക്കുക, ഇത്രയും മാത്രം മതിയെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അടുത്തെങ്ങാനും മുട്ടനാടുണ്ടോ എന്ന് അന്വേഷിച്ചു. മുട്ടനാട് നമ്മുടെ തൊട്ടടുത്തല്ലെങ്കിലും കുറച്ചകലെയായിട്ട് നമുക്ക് മുട്ടനാടുണ്ടായിരുന്നു. തടിപ്പിക്കുന്ന മുട്ടനാടാണ്, അതുണ്ടായിരുന്നു. അപ്പം ഈ മുട്ടനാടിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ ഈ കൊമ്പുകൾ ചേരുന്ന ഭാഗത്തുണ്ടല്ലോ, ആ കൊമ്പുകൾ ചേരുന്ന ഭാഗത്തുള്ള അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് ഈ പഞ്ഞി വെച്ചിട്ട് തൂത്തെടുത്തിട്ട് ഈ ഡെപ്പിക്കകത്ത് ഭദ്രമായിട്ട് അടച്ചു വെച്ചിട്ട് ഈ പെണ്ണാടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മണപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മതിക്കോളും കാണിക്കും, ചെനയും പിടിക്കുമെന്ന് പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ ഇത് വിശ്വസിച്ചില്ല കേട്ടോ. നമ്മളെ കളിയാക്കാനായിട്ട് വല്ലതും പറഞ്ഞു തരുന്നതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനത്ര കാര്യമാക്കിയില്ല. എന്നാലും പിന്നെ ചിന്തിച്ചപ്പോൾ നമുക്കങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ വന്ന് ആടുള്ള വീട്ടിൽ ചെന്നു. അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ചിരിയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഇത്രയും കാലമായിട്ട്, അതായത് ഒരു 10-20 വർഷത്തിന് മേളിലായിട്ട് ആടിനെ ഇങ്ങനെ തടിപ്പിക്കുന്ന ആടുണ്ടല്ലോ, അങ്ങനത്തെ മുട്ടനാടിനെ വളർത്തുന്നുണ്ട്. പക്ഷെ ആരും ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് അവരുടെ അടുത്തോട്ട് ചെന്നിട്ടില്ല. അവരാദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം അറിയുവാണ് എന്നും പറഞ്ഞ് ഒരുപാട് ചിരിച്ചു, ഒരുപാട് എന്നെ കളിയാക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഒന്ന് ശ്രമിച്ച് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. ഏതായാലും എനിക്ക് അങ്ങനെ ഒന്ന് മുട്ടനാടിൻ്റെ ആ കൊമ്പേലും പിന്നെ ആ കൊമ്പിൻ്റെ ഇടയിലും ഒക്കെ ഈ പഞ്ഞി എടുത്ത് തൂത്ത് തരാൻ പറഞ്ഞു. പിന്നെ അവരങ്ങനെ ചെയ്തു തന്നു കേട്ടോ. ഈ കൊമ്പുകൾ രണ്ടും ചേരുന്ന ആ സ്ഥലത്തും പിന്നെ ആ കൊമ്പിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തൂത്ത് ഈ പഞ്ഞി എടുത്ത് നന്നായിട്ട് തൂത്തു. എന്നിട്ടത് ഡെപ്പിയിലിട്ട് അടച്ചെനിക്ക് തന്നു. ഞാൻ ആ ഡെപ്പിയും കൊണ്ട് ഇവിടെ വന്ന് ഈ പെണ്ണാടിൻ്റെ അടുത്ത് അതിനെ കൂട്ടി കെട്ടിയിരിക്കുകയായിരുന്നു. അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ഡെപ്പി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണപ്പിച്ച് നോക്കും. അന്നേരം ഈ പെണ്ണാട് വളരെ ശ്രദ്ധിച്ച് നിന്ന് ഈ മണം ഇങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഒരു ദിവസത്തിൽ ഒരു 2-3 തവണയൊക്കെ അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു 2-3 തവണ 2-3 ദിവസം ഞാൻ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച ആയില്ല, അതിനു മുമ്പ് ഒരു ദിവസം രാവിലെ, ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ആയപ്പം ഈ പെണ്ണാട് രാവിലെ കിടന്ന് ഭയങ്കര കാർച്ച. ഞാനോർത്ത് ഈ ആടിൻ്റെ കാലെങ്ങാനും ആട്ടിൻകൂടിൻ്റെ ഇടയിൽ പോയാൽ അങ്ങനെ കാറാറുണ്ട്. ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചാണോ എന്ന് അറിയാനായിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പം ഈ ആടിന് വേറെ വിഷയങ്ങളൊന്നുമില്ല, വേറെ ഒന്നും സംഭവിച്ചതൊന്നുമല്ല. ഇത് ചുമ്മാ കിടന്ന് കരയുക. അന്നേരം ഞാനതിനെ അഴിച്ചിനി മാറ്റി കെട്ടാഞ്ഞിട്ട് വല്ലതും ആണോ, അല്ലെ വെള്ളം കൊടുക്കാഞ്ഞിട്ടാണോ എന്നൊക്കെ ഓർത്ത്. നല്ല വെളുപ്പിനെ കേട്ടോ, ഒരു വെളുപ്പിനെന്ന് വെച്ചാൽ ഒരു 6:30 മണിയൊക്കെ ആയി കാണും, 6:30 ആയി ആ സമയത്താണ്. അന്നേരത്തേക്ക് ഇതിനെ ഞാൻ അഴിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്ന് കെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് കയ്യിൽ നിന്ന് വിട്ടുപോയി. കയ്യിൽ നിന്ന് വിട്ട് ഓടി വഴി കയറി. ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരിച്ചിരി മാറിയാണ് വീടിരിക്കുന്നത്. അവിടുന്ന് വഴിയിലേക്ക് ഓടി കയറി. അവിടുന്ന് ഇത് എങ്ങോട്ടോ ഓടിപ്പോവുക. അന്നേരം ഞാൻ ഇതിൻ്റെ പുറകെ ഓടുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ പുറകെ എത്താൻ നമുക്ക് പറ്റത്തില്ല, അതുപോലെ സ്പീഡിലാണ് ഇത് ഓടുന്നത്. അത് ചെന്ന് നിന്നത് ഞാൻ പുറകെ ഓടിയിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ പുറകെ ഞാൻ ഓടി ചെന്ന് നിന്നത് ഈ മുട്ടനാടിൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് നിന്നത്. എന്നിട്ട് ഈ പെണ്ണാട് ആ മുറ്റത്ത് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലല്ല, കാർച്ചയായിരുന്നു. നേരത്തേക്ക് ആ വീട്ടിലുള്ളവരെല്ലാവരും ഇറങ്ങി വന്ന് നോക്കി എന്തായ സംഭവം, എന്താ ആടിനെ കൊണ്ട് ആരാണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് ആരാന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഈ പെണ്ണാട് ആട് വന്ന് മുറ്റത്ത് നിൽപ്പുണ്ട്. കുറേ നേരം കഴിഞ്ഞാണ് ഞാൻ ചെന്നത്. എനിക്ക് ആടിൻ്റെ അത്ര ഓടാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് വിദ്യയുടെ ആടായിരുന്നു എന്നൊക്കെ ചോദിച്ച് അവർ ചോദിച്ചു ഇതെന്നാ പറ്റിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിനെയാണ് കഴിഞ്ഞ ദിവസം ആ പഞ്ഞി തൂത്തോണ്ട് പോയിട്ട് മണപ്പിച്ചത്, അതുകൊണ്ടാണെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണാട് എങ്ങനെയാണ് ആ മുട്ടനാട് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതെന്നൊന്നും അറിയില്ല. അതിന് മുമ്പ് ആ പെണ്ണാട് അതിൽ പോയിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു മുട്ടനുണ്ടെന്ന് ഈ ആട് അറിഞ്ഞതെന്ന് യാതൊരു അറിവുമില്ല. എന്തായാലും ആ മുറ്റത്ത് പോയി നിന്ന് കരഞ്ഞു. ഉടനെ ആ മുട്ടനെ അഴിച്ചവർ അഴിച്ചു വിട്ടു. അത് ക്രോസ് ചെയ്തു. പിന്നെ അത് അന്ന് തന്നെ അതിനെ ചെന്നെ പിടിച്ചെന്നാണ് തോന്നുന്നത്. പിന്നെ അത് കരഞ്ഞിട്ടില്ല. 5-ാം മാസം അത് പ്രസവിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു അറിവ് നമുക്ക് ആദ്യമായിട്ടായിരിക്കും, മറ്റുള്ളവർക്ക് തമാശയായിട്ട് തോന്നാം. പക്ഷെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു. ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാവും. ഇങ്ങനെയൊരു അറിവ് നമുക്ക് ആർക്കും തന്നെ അങ്ങനെ ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും കൂടെ അറിയാവുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ പലർക്കും ഈ സൂത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി പേർക്ക് അത് ഉപകാരപ്രദമായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് ഇത് ഞാൻ വേറൊരിടത്ത് ഒരു ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് നേരത്തെ പറയുകയായിരുന്നെങ്കിൽ അവർ നല്ലപോലെ ഓമനിച്ച് വളർത്തിയ ഒരാടുണ്ടായിരുന്നു, ആ ആടിനെ അവർക്ക് വിൽക്കേണ്ടി വരികയില്ലായിരുന്നെന്ന് അവർ പറഞ്ഞു. അവർ ഒത്തിരി പരീക്ഷിച്ച് നോക്കി, ഇതിന് ഒരുപാട് മരുന്നുകളൊക്കെ കൊടുത്ത് നോക്കിയിട്ട് ഇതിന് മതിക്കോള് കാണിച്ചില്ല, ചെന പിടിച്ചുമില്ല. അതുകൊണ്ട് അവരതിനെ വിറ്റ് ഒഴിവാക്കുക ചെയ്തത്. അതിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇത് പരീക്ഷിച്ച് നോക്കാമായിരുന്നു, അതിനെ കളയേണ്ടി വരികയില്ലായിരുന്നു എന്നവരിങ്ങനെ എന്നോട് പറഞ്ഞു. ഇത് അപ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ, ഈ വിവരം അറിയാൻ മേലാത്തവരിലേക്കൊക്കെ എത്തട്ടെ. അതുപോലെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലെയുള്ള ഉപകാരപ്രദമായ മറ്റുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.